കവി സച്ചിദാനന്ദ മാഷിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ജനാധിപത്യപരമായ പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്തുന്നതും വലതുപക്ഷ രാഷ്ട്രീയത്തിന് കോടാലിക്കൈയായി പ്രവർത്തിക്കുന്നതുമാണ്. BJPക്ക് ആശയപരവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും വഴിയൊരുക്കുന്നത് കോൺഗ്രസ് ആണെന്ന ചരിത്ര സത്യം ആരും മറക്കരുത്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കേരളത്തിൽ തന്നെയും പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലും മുൻ UDF സർക്കാരിലെ എത്ര മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായി എന്ന കാര്യവും സാംസ്കാരിക നായകർ ഓർക്കണം. അതേസമയം LDF സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെയെങ്കിലും അത്തരം ആരോപണം ഉണ്ടായിട്ടുണ്ടോ? ഒരെണ്ണത്തിന് ചെറിയ തെളിവ് പോലും ഹാജരാക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതും ഓർക്കണം. രാജ്യം കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ മതനിരപേക്ഷതയുടെ കരുത്തായി ഇടതുപക്ഷ ഭരണ തുടർച്ച അത്യന്താപേക്ഷിതമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും പ്രതിലോമ അജണ്ടകൾക്കെതിരെയും കേരളത്തെ ഒരു പ്രതിരോധ കോട്ടയാക്കി മാറ്റിയത് ഇടതുപക്ഷമാണ്. NCERT വെട്ടിമാറ്റിയ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി അഡീഷണൽ പാഠപുസ്തകങ്ങൾ പുറത്തിറക്കിയ ഏക സംസ്ഥാനം കേരളമാണ്. ചരിത്രത്തെ വിളിച്ചൊളിക്കുവാനുള്ള ശ്രമങ്ങൾക്കെതിരെയുള്ള ഈ ബദൽ മാതൃക കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെങ്കിലും കാണിച്ചു തരുവാൻ സാധിക്കുമോ എന്ന് സച്ചിദാനന്ദൻ മാസ്റ്റർ ചിന്തിക്കണം. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും അവ പഠിക്കാൻ സമിതി നിയോഗിക്കുകയും ചെയ്ത ഏക സംസ്ഥാനം കേരളമാണ്. കേന്ദ്രത്തിൻ്റെ കോർപ്പറേറ്റ് പ്രീണന നയങ്ങൾക്കെതിരെ കേരളം ഉയർത്തുന്ന ഈ ബദൽ നയങ്ങളെ കാണാതെ പോകരുത്. ഇടതുപക്ഷത്തിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ ആർക്കാണത് ഗുണം ചെയ്യുന്നത് എന്ന് ഗൗരവമായി ആലോചിക്കണം. ഭരണം മാറണമെന്ന് പറയുന്നത് കേരളം എന്ന് ഉയർത്തിപ്പിടിക്കുന്ന ബദൽ രാഷ്ട്രീയത്തെ തകർക്കാൻ മാത്രമേ സഹായിക്കൂ. ഇന്ത്യയിലെ ഒരു കോൺഗ്രസ് സർക്കാരും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇവിടെ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാടാണ് സാംസ്കാരിക നായകരിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത്. അതാണ് വളരെ ലളിതമായി ചോദിച്ചതിന് ഉത്തരമായി പറയാനുള്ളത്.